ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നും ലീവായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ വൈകിയാണ് കേട്ടോ എഴുന്നേറ്റത്. 9 മണിയായി ഞാൻ എഴുന്നേറ്റപ്പോൾ. പിന്നെ കുഞ്ഞിനെ മോൻ്റെ കൂടെ കിടത്തിയിട്ട് ബ്രഷൊക്കെ ചെയ്ത് വന്നു. ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ രാവിലത്തേക്ക്. മൈദ ദോശ മാവ് കുഴച്ച് വന്നപ്പോഴേക്കും കുറച്ച് വെള്ളം കൂടിപ്പോയി. അപ്പോൾ ദോശ ചുട്ടെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡാൻസൊക്കെ കളിച്ചിട്ടാണ് കേട്ടോ ദോശ ചുട്ടെടുത്തത്. ദോശയുടെ കൂടെ ഇന്നത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അതിലൊരു 2 തക്കാളിയും 2 സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വരട്ടിയെടുത്തു കേട്ടോ. ദോശമാവ് ഒഴിച്ചപ്പോഴേക്കും ഇന്ത്യയുടെ ഭൂപടം പോലെയൊക്കെ ആയി പോകുന്നുണ്ട് കേട്ടോ. 10 മണിയൊക്കെ ആയപ്പോഴേക്കും ദോശ റെഡി ആയിട്ടോ. അപ്പോൾ ഞാൻ മോന് കൊടുത്തു. മോൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞൂസ് ഇവിടെ എഴുന്നേറ്റിരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ദിവസമായി അവൾ ഇതുപോലെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ എഴുന്നേറ്റിരിക്കാൻ സാധിച്ചിട്ടില്ല. താഴെ കിടത്തിയിരുന്നെങ്കിൽ അപ്പം തന്നെ കമന്ന് കിടന്നിട്ട് ഇങ്ങനെ എഴുന്നേറ്റിരിക്കാൻ നോക്കൂ കേട്ടോ. അപ്പോഴേക്കും എൻ്റെ പീലിമോളും വന്നു. പീലിമോള് വന്ന ഉടനെ എൻ്റെ കാലിൽ കയറി നിന്ന് കളിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഞാനും മോളും ഫുഡ് കഴിച്ചു. പിന്നെ ഉച്ചത്തേക്കുള്ള കറിക്ക് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുവാണ് കേട്ടോ. കൂർക്കയുണ്ട്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് പറമ്പിലുണ്ടാവുന്ന ചീരയുണ്ടല്ലോ, അത് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ചീര പറിക്കാൻ പോയപ്പോൾ എൻ്റെ കൂടെ പീലിമോളും വന്നു കേട്ടോ. അവളും എന്നെ സഹായിച്ചു. മണ്ണൊക്കെ വാരി കളിച്ചാണ് കേട്ടോ സഹായിച്ചത്. അപ്പോൾ ഈ ചീര ഒരുവിധം മൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കേടുവന്ന ഇലയൊക്കെ മാറ്റി പൂവൊക്കെ പറിച്ച് കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കുവാണ്. കൂടെ പീലിമോളും ഉണ്ട് കേട്ടോ. കൂർക്ക ചിരണ്ടി എടുത്തപ്പോഴേക്കും അതിൻ്റെ തൊണ്ടൊക്കെ അവൾ താഴെ ഇട്ടു. പിന്നെ ചീര നന്നാക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും അതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ച് വാരിയൊക്കെ ഇടുവാണ് കേട്ടോ. അവൾ അടിച്ച് കളയാനായിട്ട് ചൂലെടുത്തപ്പോഴേക്കും അവൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചൂല് താഴെ ഇട്ടപ്പോഴേക്കും അവൾ എടുത്തുകൊണ്ട് പോയി. ചൂല് കണ്ട് അവൾക്കപ്പോൾ വേണം. നന്നാക്കി എടുത്ത് ചീരത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടോ. പറമ്പിൽ നിന്നതല്ലേ, അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തു. കഴുകാൻ വന്നത് പീലിമോള് കണ്ടില്ല കേട്ടോ. അല്ലെങ്കിൽ അവളും വന്ന് വെള്ളത്തിൽ കളിക്കാൻ നിൽക്കും. അവളെ കാണാതെയാണ് ഞാൻ പുറത്തേക്ക് വന്നത്. അതിൻ്റെ പൂവും കേടുവന്ന ഇലയൊക്കെ കളഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ചേ കിട്ടിയുള്ളൂ കേട്ടോ. നല്ലപോലെ കഴുകിയതിന് ശേഷം അരിഞ്ഞെടുത്തു. പിന്നെ തോരന് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കുകയാണ്. കുറച്ച് തേങ്ങയും കുറച്ച് കാന്താരിമുളകും 2-3 അല്ലി ചുവന്നുള്ളിയാണ് കേട്ടോ എടുത്തത്. എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കറിവേപ്പിലയും 2 ചെറിയ സവാള കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തു. പിന്നെ നമ്മുടെ ചീര അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തു. പിന്നെ അരപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ചെറുതീയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് അടച്ചു വെച്ചു കേട്ടോ. പിന്നെ അടുത്ത സ്റ്റൗവിൽ നമ്മുടെ കൂർക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. കുറച്ച് വേപ്പിലയും
കുറച്ചധികം കൊച്ചുള്ളി അരിഞ്ഞതും കൂടി നല്ലപോലെ വഴറ്റി അതിൻ്റെ കൂടെ ഒരു 5-6 പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് പച്ചമുളക് കുറച്ച് കൂടുതലിട്ടു. പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമ്മുടെ കൂർക്ക ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. കൂർക്ക വെന്ത് വന്നപ്പോഴേക്കും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് നമ്മുടെ മെഴുക്ക് വരട്ടിയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പറമ്പിലെ ചീരത്തോരനും കൂർക്ക മെഴുക്ക് വരട്ടിയും ഇന്നലത്തെ ചിക്കൻ കറിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂടി കൂട്ടി ഞങ്ങളെല്ലാവരും കൂടി ഊണ് കഴിച്ചു. വൈകുന്നേരത്തെ ചായക്ക് കടി മേടിക്കാനായിട്ട് കടയിൽ പോകാൻ പോയപ്പോഴേക്കും പീലിമോള് എൻ്റെ കൂടെ വരാൻ പോയിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞിനെ കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്നെ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവളെയും കൂട്ടി കടയിലോട്ട് പോയിട്ടോ. അപ്പോൾ കടയിൽ പോയി നിന്നപ്പോഴേക്കും അവൾ കടയിലുള്ള ഓരോ സാധനങ്ങളുടെ പേരൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചായക്ക് ബ്രെഡും ബട്ടറും ആണ് വാങ്ങിയത്. ബട്ടർ ഒന്ന് ചൂടാക്കി മെൽറ്റാക്കി എടുത്തിട്ടോ. പിന്നെ കട്ടൻ കാപ്പി ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ബ്രെഡിൽ ബട്ടറൊക്കെ തേച്ച് കട്ടൻ കാപ്പിയും കൂട്ടി കഴിച്ചു കേട്ടോ. പീലിമോൾ ഓരോ വികൃതിയും കാണിച്ചുകൊണ്ട് നടക്കും കേട്ടോ. ബ്രെഡ് എടുത്തു മാമന് കൊടുക്കുന്നു, പിന്നെ എനിക്ക് തരുന്നു, പിന്നെ അവൾ കഴിക്കാൻ നോക്കുന്നു. അങ്ങനെയൊക്കെ ബ്രെഡ് എടുത്തിട്ട് അവൾ തന്നെ ബട്ടർ തേച്ച് എടുക്കാൻ നോക്കുവാണ് കേട്ടോ. ഇപ്പോൾ അവൾ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു ചോദിക്കും. അപ്പോൾ ബട്ടർ എടുത്തപ്പോഴേക്കും അവൾക്ക് കയ്യിൽ കൊടുക്കാൻ പറയുകയാണ്. നിവൃത്തിയില്ലാതെ അവളുടെ കയ്യിൽ കൊടുത്തു. അതൊക്കെ മേത്തൊക്കെ വെച്ച് തേച്ചു കിട്ടോ. പിന്നെ ഇത് ബ്രെഡും കഷ്ണം ഫോർക്ക് കൊണ്ട് കുത്തിയെടുക്കുന്ന പോലെ സ്പൂണും കൊണ്ട് എടുക്കാൻ നോക്കുകയാണ്. കുറേ ട്രൈ ചെയ്ത് നോക്കി കിട്ടാതെ വന്നപ്പോൾ അവൾ കൈ കൊണ്ട് എടുത്തിട്ട് സ്പൂണിൽ വെക്കാൻ നോക്കി. പിന്നെ കൈ കൊണ്ട് എടുത്ത് തന്നെ കഴിച്ചു. മണിയൊക്കെ ആയപ്പോഴേക്കും അഖിൽ വന്നു. ആദ്യം തന്നെ കുഞ്ഞിനെ കൊണ്ടാക്കി, പിന്നെ തിരിച്ച് വന്ന് പീലിമുളയും കൊണ്ട് പോയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ഡിയേഴ്സ്.